ചക്കയാണ്, സൂപ്പർ ചക്ക. ഇനി ഇത് വെട്ടി നമ്മൾ ഇരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം. കാക്കയിൽ പോയപ്പോൾ അവിടുത്തെ ചക്ക കിട്ടി. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം ഒരു ചക്കയും ചിക്കനുമാണ്. അപ്പോൾ ചക്ക എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ പണി എളുപ്പം ചെയ്യാനോ. ഈ മഴയത്ത് ചക്ക നല്ല അടിപൊളിയാണ്, പക്ഷെ ഉണ്ടാക്കി എടുക്കാനുള്ളൊരു പാടാ. ഉണ്ടാക്കുക തിന്നണ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഇപ്പൊ എളുപ്പത്തില് മഴയത്ത് തിന്നാൻ നല്ല ചൂടാ, തണുപ്പൊക്കെ അല്ലേ, ചൂട് തിന്നോട്ടെ. അങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും കരിയാപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും, കാരണം മഴയായതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമുക്ക് നല്ല ആവി കയറ്റാം. അന്നേരത്തേക്ക് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾ ഈ സ്റ്റൈലിലാട്ടോ, അങ്ങനെയല്ല പിന്നെയുണ്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിച്ച് വെക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആവി കയറിയിട്ട് അത് ഇളക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പിട്ട് ഇളക്കി എടുക്കുക ചെയ്യുക. ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഇരിക്കും, അതൊരു വേറെ ഇതാ. ചില ഒരു കുഴയുണ്ട്, കുഴ അത് നല്ല അടിപൊളി എടുത്ത് കുഴയ്ക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ കുഴയ്ക്കുന്നതെന്ന്. ഇനിയുള്ള പണി മൊത്തം എനിക്കാ. തേങ്ങ പൊടി മാത്രല്ലേ, ചിരണ്ടല അരക്കലൊക്കെ ഞാനാ, കുഴക്കല് നിങ്ങള്. കാണാലോ എന്തായാലും സമയമുണ്ടല്ലോ. നമ്മുടെ ചക്ക നല്ല ആവി കയറി. ഇനി നമുക്കതൊന്ന് ഇളക്കിയിടാം. അപ്പൊ അടിയിലെ വശം വെന്തിട്ടുണ്ടല്ലോ, അത് മുകളിലേക്കും മുകൾ വശം താഴേക്കും. അപ്പം നല്ല വെന്ത് നല്ല അടിപൊളി. എന്നിട്ട് ഇത് ഇളക്കിയിട്ടിട്ട് നമുക്ക് അരപ്പിനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ചിരവിലേക്ക്. ഇപ്പൊ തേങ്ങക്കൊക്കെ എന്താ വില, വിലയാ. സൂക്ഷിച്ചും കണ്ടൊക്കെ കുറച്ചെടുത്ത് അരച്ചോ. ഓണത്തിന്റെ അവിടെ കൂട്ടച്ചോടം പറഞ്ഞോണം. ആശാന് വെറുതെ എവിടെ കയറിയിരുന്ന അന്നേരം തുടങ്ങും. അങ്ങനെ നമ്മുടെ ചക്കയ്ക്കുള്ള അരപ്പ് റെഡി. അരപ്പായിട്ടില്ല, സാധനങ്ങൾ എടുത്താട്ടോ. വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, ചെറിയുള്ളി, മുളക്, മഞ്ഞപ്പൊടി, കരിയാപ്പില, തേങ്ങ, ഇച്ചിരി മഞ്ഞപ്പൊടി അരപ്പിന് മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. എല്ലാം കൂടി നമുക്കൊന്ന് അരക്കണ്ട, ഒതുക്കി എടുത്താൽ മതി. ഒതുക്കി എടുക്കുന്ന മിക്സിയിൽ കിട്ടും. നമ്മുടെ അരപ്പ് ദാ റെഡിയായി. ഇനി ഇത് ചക്കയിലേക്ക് ഇട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഒരു കുഴയ്ക്കൽ. നമുക്ക് നല്ലോണം ഒന്ന് ആവി കയറുന്നേരം അടച്ചു വെക്കാം. ഞങ്ങൾ അനിയത്തിൻ്റെ അവിടെ പോയപ്പോൾ കിട്ടിയ ചക്ക, അങ്ങനെ കാക്കവയലിലുള്ള ചക്ക 22-ലെത്തി അടുപ്പത്തായി. ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഒന്ന് ആയി സെറ്റായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ ചക്കയും കോഴിയും നമുക്ക് രാത്രി ഉള്ളത് ഇട്ട് കാണിക്കാം. നമുക്ക് ചക്കയും ഇതാട്ടോ ഞാൻ പറഞ്ഞ കുഴക്കല്. മസിൽമാൻ നിന്ന് കുഴ, മസിൽമാന്റെ കുഴ. ഞങ്ങൾക്ക് ഇങ്ങനെ കുഴക്കുന്ന ഇഷ്ടം. ചക്കയാണ് നമ്മുടെ ചക്കയും കോഴിയും ടേസ്റ്റ് നോക്കാനായി നമ്മുടെ സോനട്ടൻ പുളിയല്ലേ, എങ്ങനെയുണ്ട്? അടിപൊളി.